പ്രൈസ് ദി ലോർഡ്. ദൈവം നാമത്തിൽപ്പെടുമാറാകട്ടെ. ദൈവം ഞങ്ങളെയും കുടുംബമായിട്ട് കാത്തു പരിപാലിക്കുന്നു, എല്ലാ നന്മകളാലും ഞങ്ങളെ നടത്തുന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു 4 മാസം മുമ്പ് ദൈവം എന്നോട് സംസാരിച്ചു. ഇന്ന് പ്രതിദിനം ബൈബിൾ തുറന്നാലും ദൈവം സംസാരിക്കാതെ വിടത്തിൽ ബൈബിൾ വായിച്ചടക്കി വെക്കേണ്ട ഒരു അനുഭവം വരുന്നില്ല. ദൈവം അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, അവർ വചനം വായിച്ച് ധ്യാനിക്കുന്നവരാകണമെന്ന് ഞാൻ പലപ്പോഴും ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങനത്തെ ഒരു അനുഭവം ദൈവം തന്നിട്ടുണ്ട്. പ്രതിദിനം ദൈവം സംസാരിക്കുന്നു. എങ്കിലും ഒരു 4 മാസം മുമ്പേ ധ്യാനിച്ചപ്പോൾ അന്ന് ദൈവം എൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചൊരു വചനഭാഗം ആ ഞായറാഴ്ച തൊട്ട് എല്ലാ ആഴ്ചയും ഞാൻ മനസ്സിൽ ഒരുങ്ങിക്കൊണ്ട് വരും. പക്ഷേ നമ്മുടെ ഇവിടെ ടൈം മാനേജ്മെൻറ്റ് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പലപ്പോഴും ഞാൻ അത് ഒതുക്കി വെച്ചുകൊണ്ട് തിരിച്ചു പോകും. ഇന്ന് അല്പം സമയം കിട്ടിയുകൊണ്ട് പാസ്റ്ററിൻ്റെ അനുവാദത്തോടെ ഒരു ഫ്യൂ മിനിറ്റ്സ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. മോശയുടെ ജീവിതത്തിൽ നിന്ന് ദൈവം എന്നോട് സംസാരിച്ച ഒരു ഭാഗമാണ് ഡ്യൂട്രോണോമി ചാപ്റ്റർ 32. മോശയുടെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ വന്ന് ദൈവം മോശയോട് തൻ്റെ മരണത്തിനെക്കുറിച്ച് സംസാരിക്കുന്നതും അതിനോടുള്ള മോശയുടെ പ്രതികരണവും ആ സംഭവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായിട്ട് ഒരു സാറ്റർഡേ വൈകുന്നേരം ഒരു 4 മാസം മുമ്പ് എൻ്റെ വീട്ടിലിരുന്നപ്പോൾ, ഞാൻ ഇവിടെയൊക്കെ പകലത്തെ വർക്കെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6 മണിയായി, ആ സമയം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 6 മണിയായി വീട്ടിൽ വന്നിരുന്നു. എൻ്റെ സോഫയിലിരുന്നപ്പോൾ ഞാൻ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തില്ല, ബൈബിൾ ചുമ്മാ എടുത്ത് വായിച്ചു. ശക്തമായിട്ട് അടുത്ത 2 മണിക്കൂർ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചൊരു ഭാഗമാണ് എൻ്റെ ഡ്യൂട്രോണമി 32 ചാപ്റ്റർ 32 എൻ്റെ വേഴ്സ് 49 ഒന്ന് ആരെങ്കിലും വായിക്കാമെങ്കിൽ ഹെൽപ്ഫുൾ ആയിരുന്നു. കൂടെ സ്തോത്രം. മോശയുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് വീക്കിലെ ഒരു സംഭവമാണിത്. 120 years ഓഫ് ലൈഫ്. ഞാനിപ്പോൾ ഇന്ന് ചിന്തിച്ചപ്പോൾ, ചുരുക്കം പറഞ്ഞാൽ ഇന്നത്തെ നിലവാരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ 1904 ജനിച്ച മോശ, ആ മോശയോട് ഈ ആഴ്ച ദൈവം സംസാരിക്കുന്നു. അതേപോലത്തെ ഒരു അനുഭവം, 120 years ഓഫ് ലൈഫ് ഓൺ എർത്ത്, കാലഘട്ടങ്ങൾ കടന്നുപോയ ഒരു അനുഭവം. ഈ മോശയുടെ തുടക്കത്തിൽ ദാറ്റ് ഫസ്റ്റ് കാലം നമ്മൾ ഓർത്താൽ, ഒരു മോശയെ രക്ഷിക്കാൻ വേണ്ടി അനേകർ ഒരുമിച്ച് പരിശ്രമിച്ച ഒരു കാലഘട്ടം. വെൻ മോസസ് വാസ് ബോൺ, അങ്ങനത്തെ ഒരു ക്രൈസിസ് പീരിയഡ്. തൻ്റെ വ്യക്തിപര ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ മാതാപിതാക്കളും സഹോദരിയും മറ്റ് പലരെ കൊണ്ടും ദൈവം പ്രവർത്തിപ്പിച്ച ഒരു കാലഘട്ടം. പക്ഷേ 120 years കഴിയുമ്പോൾ, 120 വർഷം കഴിയുമ്പോൾ, അതിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ, ഇവിടെ മോശ 30 ലക്ഷം പേരെ തൻ്റെ ജീവനെ ഉദ്ധരിച്ചുകൊണ്ട് നടത്തുവാൻ ആ മോശയെ ദൈവം ഉപയോഗിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ വെൻ യു ഫേസ് എ പേഴ്സണൽ സ്ട്രഗിൾ അറ്റ് എവറി സ്റ്റേജ്, ദ എൻഡ് ഓഫ് ഇറ്റ് ഈസ് ദാറ്റ്, അതിൻ്റെ അവസാനം എന്തെന്ന് വെച്ചാൽ നിങ്ങളിൽ കൂടെ ഒന്നും രണ്ടുമല്ല, ദൈവം ആയിരക്കണക്കിന് ലക്ഷോപലക്ഷം ആൾക്കാരുടെ ജീവിതത്തെ തൊടുവാൻ സ്വർഗം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ 120 വർഷം മോശ ജീവിച്ചു വന്നു. 40 years ഹിസ് പേഴ്സണൽ ലൈഫ് ഫറവോൻ്റെ കൊട്ടാരത്തിലായിരുന്നു. സുഖ സൗകര്യങ്ങൾ, ടോപ്പ് എഡ്യൂക്കേഷന്, മിലിറ്ററി വാർഫെയർ, എല്ലാത്തിലും ഹൈലി എഡ്യൂക്കേറ്റഡ് യങ് മാൻ, ഹൈലി കേപ്പബിൾ. 40ാമത്തെ വയസ്സായപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. വേലയ്ക്ക് വേണ്ടി തൻ്റെ ബുദ്ധിയിൽ തനിക്ക് യോജിച്ച ഒരു മിനിസ്ട്രി, മോസസ് മിനിസ്ട്രീസിന് വേണ്ടി ഇറങ്ങി. പരാജയപ്പെട്ടു പോയി. ജീവൻ രക്ഷിക്കേണ്ടതിന് പകരം ആരെയൊക്കെയോ കൊന്നു. പിന്നെ 40 വർഷം വി നോ ഹിസ് ടൈംസ് ഓഫ് ട്രയൽസ് ആൻഡ് ഇൻ ദ വൈൽഡർനെസ്. 80ാമത്തെ വയസ്സൊക്കെ അടുക്കുമ്പോൾ ഇനിയും ജീവിതത്തിൽ ഒരർത്ഥവും ഇല്ലെന്ന് മോശ ചിന്തിക്കുന്ന നിലവാരത്തിൽ, നോ വാല്യൂ ആൻഡ് നോ പർപ്പസ്. അന്ന് മോശയ്ക്ക് ദൈവം ഒരു ബുഷ്, ദ എക്സ്പീരിയൻസ് ഓഫ് ദ ബേണിംഗ് ബുഷ്, അത് കൊടുത്തു. കത്തുന്ന ആ മുൾപടർപ്പിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് മോശയോട് ദൈവം സംസാരിച്ചു. എല്ലാം അവസാനിച്ചു എന്ന് മോശ വെച്ചപ്പോൾ അവിടെ നിന്ന് കൈപിടിച്ച് ഉയർത്തി. അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത, അന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ഒരു ശുശ്രൂഷയിലേക്ക് മോശയെ ദൈവം കൈ പിടിച്ച് ഉയർത്തി. നെക്സ്റ്റ് 40 years വാസ് മിറക്കിൾസ്. താൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത, ഇസ്രായേൽ മക്കൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അസാധാരണ അനുഭവങ്ങളുടെ, അത്ഭുതങ്ങളുടെ ഒരു അനുഭവം. അങ്ങനെ 120 വർഷം
ജനിച്ച നാൾ മുതൽ സ്വന്തം ജീവനെ രക്ഷിക്കുന്നത് മുതൽ ഇന്ന് 30 ലക്ഷം പേരെ നയിക്കുന്ന ഒരു മോശയുടെ അനുഭവം. അതെല്ലാം കഴിഞ്ഞ് ഈ നമ്മൾ വായിച്ച ഭാഗം വരുമ്പോൾ ലാസ്റ്റ് വീക്ക് ഓഫ് മോസസിൻ്റെ അന്ത്യശ്വാസം എടുത്തു. ഞാൻ പലപ്പോഴും ഹിന്ദി കൂട്ടായ്മകളിലൊക്കെ സഹോദരന്മാർ സംസാരിക്കുമ്പോൾ ക്യാ ഹേ ഈ ആഖ്രി സാസ്, അന്ത്യശ്വാസം എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളാണ്. നിങ്ങളിപ്പം ലാസ്റ്റ് പുറത്തോട്ട് വിട്ട ആ ഒരു ശ്വാസം തിരിച്ചു വലിച്ചില്ലെങ്കിൽ ദാറ്റ് ഈസ് യുവർ ലാസ്റ്റ് ബ്രെത്ത്. അതാണ്. അതിന് നമുക്ക് ICU ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, മെഡിക്കൽ സപ്പോർട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്, ലോട്ട് ഓഫ് ടെക്നിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ സയൻസസ്. പക്ഷേ അതൊന്നും വെൻ യു ബ്രീത്ത് യുവർ ലാസ്റ്റ്, ഓൾ ദാറ്റ് ഈസ് ഓവർ. ലാസ്റ്റ് വിട്ട ശ്വാസം തിരിച്ചു വലിച്ചില്ലെങ്കിൽ അതാണ് നമ്മുടെ അന്ത്യശ്വാസം. എങ്കിൽ മോശ അന്ത്യശ്വാസം എടുക്കുവാൻ നാളുകൾ അടുത്തു, ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവം മോശയോട് പറയുന്നതാണ്, മോസസ് യു ഗോ ആൻഡ് ഡൈ, നീ പോയി മരിച്ചുകൊള്ളുകയാണ്. ഈ ഭാഗം വായിച്ചപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഐ തോട്ട് ഫോർ എ ലോങ് ടൈം, പല റെഫറൻസസ് എടുത്ത് നോക്കി. അതെല്ലാം ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ചോദിച്ചു, ദൈവമേ 120 വർഷം അങ്ങേക്ക് വേണ്ടി മാത്രം, ഓഫ് കോഴ്സ് പരാജയങ്ങളുണ്ടായിട്ടുണ്ട്, ആർക്കാണില്ലാത്തത്, എങ്കിലും ആ 40 years മിനിസ്ട്രി മാത്രം ഒന്ന് എടുത്തു നോക്കിയാൽ ഇതേപോലെ വില കൊടുത്ത ഒരു മനുഷ്യൻ, ഇതേപോലെ പ്രൈസ് പേയിങ് മാൻ ഇന്ന് ബൈബിളിൻ്റെ ചരിത്രത്തിൽ പെർഹാപ്സ് നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല. ദാവീദുണ്ട്, ദാനിയേലുണ്ട്, പൗലോസുണ്ട്, ഓഫ് കോഴ്സ് ദേ ഓൾ ആർ ദേർ. എങ്കിലും ഇതേപോലെ വില കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, 50th വേഴ്സിൽ ആൻഡ് ഡൈ ഓൺ ദ മൗണ്ട് വിതർ ദൗ ഗോയസ്റ്റ്, നീ പോകുന്ന മലയിൽ പോയി മരിച്ചോളാനാണ് പറയുന്നത്. നമ്മളാണെങ്കിൽ പറയും ചെന്ന് നിത്യത കൈവരിക്കണം, അല്ലേ നിൻ്റെ അവകാശം പ്രാപിക്കാൻ വരണം. A lot of thoughts pass by. I asked the Lord, why did you talk so rudely to Moses? എന്തുകൊണ്ടാണ് മോശയോട് റൂഡ്ലി അങ്ങലല്ലോ, ഇതേപോലെ വില കൊടുത്ത മോശയോട് ഇങ്ങനെ സംസാരിക്കേണ്ട എന്താവശ്യം? താഴെ ദൈവം മോശ ഓർമ്മിക്കുന്നുണ്ട്. മോശയുടെ ജീവിതത്തിൻ്റെ ഒരു പരാജയം ഈ മരിക്കാറായ നാൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വേഴ്സ് 51 ഒന്ന് വായിച്ചേക്കാമോ? ഞാൻ ദൈവത്തോട് അവിടെയും ചോദിച്ചു, ദൈവമേ മോശെ ആ ഒരു പാപം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനു മുമ്പേയും അത് ദൈവം ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ് പലവട്ടം. അത് മുറിവിന്മേൽ കുത്തുന്നതല്ലേ? ഇത്രയൊരു പവർഫുൾ കമ്മിറ്റഡ് ലീഡർ ആൻഡ് ചൈൽഡ് ഓഫ് ഗോഡ്, ദാറ്റ് വാസ് നോട്ട് നെസസറി. അതൊരു എക്സ്ട്രീംലി പെയിൻഫുൾ സർക്കംസ്റ്റാൻസ് ആയിപ്പോയി. അത് വേണ്ടായിരുന്നു. ഈ മരണത്തിന് എന്തിനാണ്? വൈ ഡിഡ് ദ ലോർഡ് ലീഡ് ലൈക്ക് ദാറ്റ് എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഈ മോശയുടെ മറ്റൊരു പ്രത്യേകത അറിയാമോ? നമ്പേഴ്സ് ചാപ്റ്റർ 27 മോശ ലൈഫിൽ ഫേസ് ചെയ്യുന്ന അവസാനത്തെ ഒരു കോർട്ട് കേസാണ്, അല്ലെങ്കിൽ ഒരു ക്രൈസിസ് ആണ് തൻ്റെ ജനം കൊണ്ടുവരുന്നത്. ഒരു സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ ഒരു ട്രിവിയൽ കേസ്, ഒരു അർത്ഥവുമില്ലാത്തൊരു കേസ്. മോശക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ കൊണ്ടുപോരാ, ഐ വിൽ സോൾവ് ഇറ്റ്, ബ്രിങ് ഇറ്റ് ഓൺ, ഐ വിൽ സോൾവ് ഇറ്റ് എന്ന് പറയാവുന്ന ഒരു കേസ്. സെലോഫഹാദിൻ്റെ പെൺമക്കൾക്ക് ഒരു പ്രോപ്പർട്ടി റിലേറ്റഡ് ഇഷ്യൂ, അങ്കിളുമാരുമായിട്ട് ഒരു പ്രോപ്പർട്ടി റിലേറ്റഡ് ഇഷ്യൂ, അത് കൊണ്ടുവരുമ്പോൾ മോശയ്ക്ക് അവിടെ ഒരു പ്രതികരണമുണ്ട്. അതിൻ്റെ വേഴ്സ് 5 and 6, നമ്പേഴ്സ് 27 വേഴ്സ് 5 and 6. മോശ അവരുടെ കാര്യം യഹോവയുടെ മുൻപാകെ വെച്ചു. യഹോവ മോശയോട് അരുളി ചെയ്തത്, അത് മതി. അതിൻ്റെ ഒന്നാമത്തേലോട്ട് വാക്യം വായിച്ചു നോക്കിയാൽ ആ കേസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മോശയുടെ ഫ്യൂ ഡേയ്സ് ലെഫ്റ്റ്, 120 വർഷത്തെ അനുഭവത്തിൽ മോശ തിരിച്ച് ഇനി പ്രാർത്ഥിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ 40, 50, 70, 80 years എക്സ്പീരിയൻസ് വെച്ച് പല ട്രിവിയൽ ഡിസിഷൻസും നമ്മൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും, ആരോടും ചോദിക്കേണ്ട. പക്ഷേ ദൈവം അവിടെ മോശയോട് പറയുന്നത്, മോശ ദൈവത്തോട് പറയുന്നത്, ഹി ബ്രിങ്സ് ദ ട്രിവിയൽ കേസ് അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ലോർഡ്. 120 വയസ്സുള്ള മോശ പോയി മരിക്കുവാൻ ദൈവം പറഞ്ഞ മോശ, നിന്റെ വേല കഴിഞ്ഞു എന്ന് പറഞ്ഞ മോശ, തൻ്റെ കംപ്ലീറ്റ് ലീഡർഷിപ്പ് ജോഷുവയ്ക്കും കൂടുള്ള കൂട്ടുകാർക്കും കൈമാറി കഴിഞ്ഞ മോശ, ടു ഹിം വെൻ എ ട്രിവിയൽ കേസ്, നമ്മുടെ പിള്ളേരുടെയൊക്കെ ഭാഷ പറയും ചീള് കേസ്, ഇങ്ങനെ സോൾവ് ചെയ്യാവുന്ന ഒരു കേസ് കൊണ്ടുവന്നപ്പോൾ അവിടെ മോശയുടെ പ്രതികരണം, ഹി ആസ്ക്ഡ് ദ ലോർഡ് വാട്ട് ഷുഡ് ഐ ഡു ഫോർ ദിസ്. എൻ്റെ ഹൃദയത്തെ തൊട്ട ഒരു ഭാഗമാണ്. മോശയെ ദൈവം
കരുതിയെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തൻ്റെ ജീവിതത്തിൻ്റെ ഏത് വലുതും ചെറുതുമായ വ്യക്തിപരമാകട്ടെ തൻ്റെ ശുശ്രൂഷയിലാകട്ടെ എവ്രി പ്രോബ്ലം വാസ് സോൾവ്ഡ് അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ മാത്രമാണ് തൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊണ്ടുവന്നത്. എൻ്റെ ഹൃദയത്തിൽ ആനന്ദം കൊണ്ടുവന്നത് ഈ ദൂതിൻ്റെ അവസാനം ദൈവം എനിക്ക് ഹൃദയത്തിൽ തന്ന ഒരു ആശ്വാസം അതിൻ്റെ 34-ാമത്തെ അധ്യായത്തിൽ ഡ്യൂട്രോണമി 34-ലാണ് ഈ സംഭവം സംഭവിക്കുന്നത്. ഈ കാര്യം ദൈവം പറഞ്ഞത് തന്നെ മോശ ചെയ്യുന്നത്. ഇത്രയും നാൾ മോശയ്ക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. യഹോവ അരുളി ചെയ്തതുപോലെ, യഹോവ കൽപ്പിച്ചത് എന്തെന്നാൽ, യഹോവ നിന്നോട് പറയുന്നത് എന്തെന്നാൽ, യഹോവ ഇസ്രായേൽ മക്കളോട് പറയുന്നത് എന്തെന്നാൽ, യഹോവ എന്നോട് പറയുന്നത് എന്തെന്നാൽ, ദാറ്റ് വാസ് ഹിസ് ഓൺലി ലൈഫ്. ആ മോശ 34:1 മോശ മരണത്തിലേക്ക് നടന്നു കയറുന്ന ഒരു അനുഭവമാണ്. അനന്തരം മോശ മോവാബ് സമഭൂമിയിൽ നിന്ന് എരീഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ക മുകളിൽ കയറി. യഹോവ ദാൻ വരെ ഗിലെയാദ് ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എഫ്രീമിന്റെ മോശ അവസാനം 120 years കഴിഞ്ഞു. ലാസ്റ്റ് ഡേ തൻ്റെ സഹോദരനായ അഹറോൻ മരിക്കാൻ പോകുമ്പോലും മോശയും കുറച്ചുപേരും കയറി. യു റീഡ് ദാറ്റ് പോർഷൻ. ഇത്രയും 30 ലക്ഷം പേരെ നയിച്ച മോശ തന്നെ പോവുക ഇപ്പുറത്തൊരു പർവ്വതത്തിൽ കൂടെ കടന്ന്. ഹിസ് ഡേ ഓഫ് ഡെത്ത് ഹി നോസ് ഇറ്റ് വെരി ക്ലിയർ. എല്ലാം കഴിഞ്ഞു. ഇത്രയും നാളുള്ള ടോപ്പ് ലീഡേഴ്സ് തൻ്റെ കൂടെ നടന്നവർ, തന്നെ അപ്രിഷ്യേറ്റ് ചെയ്തവർ, nobody is there. None of the crowd is there. This man is walking alone onto the mountain to die. മലമുകളിൽ മരിക്കുവാൻ ഈ മോശ പോവുകയാണ്. അപ്പോഴാണ് ദൈവം എന്നോട് പറഞ്ഞത്, നീ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഐ റെഡ് ഇറ്റ്. യെസ്, മോസസ് ഇസ് വാക്കിംഗ് ഓൺ ദ മൗണ്ടൻ ടു ഡൈ. അവിടെ മേളിൽ ചെന്നപ്പോൾ ദ ലോർഡ് ഷ്യൂഡ് ഹിം. ദൈവം എന്നോട് പറഞ്ഞത്, മോശ അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? വ്യക്തികളുടെയൊക്കെ ഫ്യൂണറൽസിൽ എല്ലാവർക്കും ഒത്തിരി പ്രമാദവും പ്രൗഡിയും നമ്മുടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർ ഓൺ സ്റ്റേറ്റസ് ദാറ്റ് വി ഹാവ് ബിൽഡ് അപ്പ്. പക്ഷേ ഇവിടെ ദൈവം പറയുന്നത്, അന്ന് ഞാനൊരു ഭാവനെ കണ്ടു. അന്ന് പ്രഭാതത്തിൽ സ്വർഗത്തിലെ തൻ്റെ ഓഫീസിലെ എല്ലാ വർക്കുകളൊക്കെ, ഒരു ഭാവന ഞാനങ്ങ് പറയുകയാണ്, എല്ലാ വർക്കുകളൊക്കെ ദൈവം ഒതുക്കി വെച്ചു. ഹി കെപ്റ്റ് ഇറ്റ് ഡൗൺ. ഏഞ്ചൽസും ചോദിച്ചു, ഇന്നെന്താ വർക്കില്ലേ, ഇന്ന് ഹോളിഡേ ആണോ? അല്ല, ഐ ഹാവ് ടു ഗോ ഒരു ഫ്യൂണറലിന്. അപ്പോൾ അവർ പറഞ്ഞു കാണും, എന്തിനാ താങ്കൾ പോകുന്നത്? ദൈവമേ, why don't you send us? പ്രധാന ദൂതന്മാരെയൊക്കെ അയച്ചാൽ പോരെ, സാന്നിധ്യം അയച്ചാൽ പോരെ? നോ, ഐ വോണ്ട് ടു ഗോ ഫോർ ദറ്റ് ഫ്യൂണറൽ. ആ ഫ്യൂണറലിന് എനിക്ക് തന്നെ പോകണം എന്ന് നിർബന്ധമാണ്. നമ്മുടെ ഫ്യൂണറലിൽ വലിയ ആൾക്കാരൊക്കെ വരുന്നത്, നമ്മൾ ചില ഫ്യൂണറലിൽ പറയാറില്ലേ, വലിയ വണ്ടികൾ വന്നു, പ്രമാദമായ ആൾക്കാർ വന്നു, MLA വന്നു, MP വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ വന്നത് സൃഷ്ടിതാവ് തന്നെയാണ്. സച്ച് എ ഗ്രേറ്റ് അനോയിന്റിങ്. അന്ന് തൊട്ട് ഞാനിത് കേട്ട നാൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, എൻ്റെ ഫ്യൂണറൽ, ഐ പ്രേഡ് ഡെയിലി വെരി ജോയ്ഫുള്ളി. ദൈവമേ, എൻ്റെ ഫ്യൂണറലിൽ മേ എനിബഡി കം ഓർ നോട്ട്, ബട്ട് ഐ വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ദെയർ ഫോർ ദാറ്റ്. അത് ഞാൻ ദൈവസഭയ്ക്ക് പങ്കിടുന്നു. നമ്മുടെ ദർശനങ്ങൾ അങ്ങനെ ആകട്ടെ, നമ്മുടെ ജീവിതം അങ്ങനെ ആകട്ടെ. ഇത് ഒറ്റ നാളുകൊണ്ട് സംഭവിച്ചതല്ല. 120 വർഷത്തെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട്, കർത്താവിനെ അംഗീകരിച്ചതുകൊണ്ട്, കർത്താവ് പറഞ്ഞത് മാത്രം ചെയ്തതുകൊണ്ട്, ട്രിവിയൽ കേസസ്, സിമ്പിൾ കേസസ് മുതൽ വൻ പ്രതിസന്ധികൾ വരെ എല്ലാത്തിലും യഹോവ അരുളി ചെയ്തതുപോലെ, യഹോവ കൽപ്പിച്ചതുപോലെ, യഹോവ പറഞ്ഞതുപോലെ അല്ലാതെ ജീവിതത്തിൽ മറ്റൊരു ശ്വാസം എടുക്കുവാൻ ഈ മനുഷ്യനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അന്ത്യശ്വാസത്തിൽ യഹോവ തന്നെ ഇറങ്ങി വന്നു. അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വേഴ്സ് 5, അതെല്ലാം നിങ്ങൾ സാവധാനം വായിച്ചു നോക്കുക. വേഴ്സ് 5ഉം 6ഉം ഒന്ന് വായിച്ചു. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവനെ മോവാബ് ദേശത്ത് ബേത്പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്നുവരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. മോശ മരിച്ചു, മോശെ അടക്കി, ആരും തൊടുവാൻ അനുവദിച്ചില്ല. ആ സ്ഥാനം ദൈവത്തിനും മോശയ്ക്കുമല്ല, അത് അറിയത്തില്ല.
വാട്ട് എ ബ്ലെസ്സഡ് ടെസ്റ്റിമണി. മരണം ആയാൽ അങ്ങനെ ആകണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു പ്രത്യാശയുടെ പ്രാർത്ഥന നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. അന്ത്യനാളിൽ അങ്ങനെ ഒരു മരണം കിട്ടുവാൻ, അങ്ങനെ ഒരു ജീവിതവും കർത്താവിന് വേണ്ടി ജീവിക്കത്തക്കവണ്ണം ദൈവം നമ്മളെ ഏവരെയും, നമ്മുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവസാന ഒരു വാക്യം 32:47 ഒന്ന് വായിച്ചേക്കാം. 32:47. ഇത് നിങ്ങൾക്ക് വ്യർത്ഥ കാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു നിങ്ങൾ കൈവശമാക്കേണ്ടതിന്. നിങ്ങൾക്ക് വ്യർത്ഥ കാര്യമല്ല. പ്രതിദിനം ദൈവവചനം വായിച്ച അതിൻ്റെ മുകളിൽ പറയുന്നുണ്ട് ബൈബിൾ, യു റീഡ് ദ വേർഡ്, റീഡ് ദ ലോ, മെഡിറ്റേറ്റ് ദ ലോ. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ഇത് വ്യർത്ഥ കാര്യമല്ല, ഇതാകുന്നു നിങ്ങളുടെ ജീവൻ. പ്രതിദിനം ജീവിക്കുവാൻ, പ്രതിദിനം സക്സസ്ഫുൾ ആകുവാൻ, സ്പിരിച്വലായിട്ട്, ഫിസിക്കലായിട്ട്, പേഴ്സണലായിട്ട്, ഫാമിലി ആയിട്ട്, ജോലി മേഖലകളിൽ, സഭാ മേഖലകളിൽ, എവിടെ wherever you want to be successful, this is the only way for the man of God. I pray that may God bless each one of us. നമ്മൾ ഏവരെയും അങ്ങനത്തെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഉടമകളാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെയും കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്